അപ്പോൾ അധികം പണികളൊന്നും ഇല്ലാത്ത എൻ്റെ ഒരു സാധാരണ ദിവസം. രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു. മൂത്തയാൾ ഇച്ചിരി നേരത്തെ പോകണം, ഒരു 7:30 ആകുമ്പോൾ പോകണം. അപ്പോൾ അവന് പാക്ക് ലഞ്ച് കൊടുത്തോണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്തു വിട്ട് ഇളയാളെ ഞാൻ കൊണ്ട് സ്കൂളിലാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മുകളിൽ വന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് താഴോട്ടിറങ്ങി വന്നു. പിന്നെ നമുക്ക് ഒത്തിരി ഇന്ന് കാര്യമായിട്ട് കുക്കിങ്ങും പരിപാടികളൊന്നുമില്ല. ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും വെക്കത്തില്ല. കാരണം വീക്കെൻഡിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മിച്ചം വന്ന് പിന്നെ അത് ഫ്രിഡ്ജിലിടുന്നു. പിന്നെ നമ്മൾ തിങ്കളാഴ്ച എടുക്കണ്ടല്ലോ എന്നോർത്ത് ഇച്ചിരി എന്തെങ്കിലും. അപ്പോൾ ഇച്ചിരി ഒരു ബ്രൊക്കോളി തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിച്ചെറുക്കൻ എണീറ്റു. അപ്പോൾ ഇനി ഇവനെ കുളിപ്പിച്ച് ഉറക്കാതെ ഇനി വേറെ പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ച് നല്ല സുഖമായിട്ട് അവനെ ഉറക്കി. അവന് ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഉറങ്ങിയില്ലെങ്കിൽ അവൻ്റെ അടുത്ത് എപ്പോഴും ഇരിക്കണം, അല്ലെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് ബ്രൊക്കോളി അരിഞ്ഞ് ഞാനപ്പം ഇച്ചാന് ചെമ്മീൻ ഇഷ്ടമാണ്. അപ്പം ഈ പച്ചക്കറികൾ മിക്കവാറും വെക്കുമ്പോഴും ചെമ്മീൻ ഇടാറുണ്ട്. കാരണം ഇച്ചാൻ്റെ വീട്ടിൽ ചെമ്മീൻ അങ്ങനെ ഇട്ടാണ് എപ്പോഴും വെക്കുന്നതുകൊണ്ട് പുള്ളിക്ക് അത് ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ ഇച്ചിരി ചെമ്മീനും ബ്രൊക്കോളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി തോരൻ പോലെ ആക്കി. അപ്പോൾ അത് മാത്രമാണ് ഞാനിന്ന് കുക്ക് ചെയ്തുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം നമ്മൾ കഴുകി വെച്ചാൽ നമുക്ക് പിന്നെ ഒത്തിരി പണികളുണ്ടാകും. പിന്നെയാണെങ്കിൽ അലിക്കുട്ടൻ്റെ സ്കൂളിൽ അവർക്ക് ഈ കുക്കിംഗ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്നലെ അവൻ പാസ്ത കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത പാസ്തയാണ്. അപ്പോൾ അത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചു. കാരണം വൈകുന്നേരം ഇപ്പം ഈവനിങ്ങിൽ പിള്ളേർ വരുമ്പോൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി. പിന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് തുടച്ച് തൂത്തിട്ടു. പിള്ളേർ ചെറിയവൻ എല്ലാ പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞെറുക്കി ഇടാറുണ്ട്. അപ്പം വരുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അലക്കാനുണ്ടായിരുന്ന തുണികളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അലക്കി വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഒക്കെ ഒന്ന് വിരിച്ചിട്ടു. കാരണം നമുക്ക് പുറത്തിട്ട് ഉണങ്ങാനുള്ള സൗകര്യമില്ല. അപ്പം നമ്മളകത്ത് തന്നെ ഇട്ട് ഹീറ്റിങ്ങിൻ്റെ അടുത്തിട്ട് ഉണങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. കാരണം ഇവിടെ നേരത്തെ ഇപ്പം രാത്രിയാവേ. അപ്പം നമുക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പത്തേനും ഇരുട്ടാവും. അപ്പം നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കാനേ തോന്നത്തുള്ളൂ. അപ്പം നമുക്ക് വല്ല സിനിമയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഈ ചാൻ ഇന്നും നാളെ ഓഫാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഈവനിങ് ഒക്കെ ആകുമ്പം ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ഒരു സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഞങ്ങൾ ഇരിക്കാറുണ്ട്. ഇന്ന് അത്യാവശ്യം വെയിലുള്ള ദിവസമാണ്. എന്നാലും പുറത്ത് നല്ല തണുപ്പുണ്ട്. അപ്പം അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള സാഹസങ്ങളൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ എൻജോയ് ചെയ്യുക മാക്സിമം. പിന്നെ വിൻ്റർ ആയ പിന്നെ അങ്ങനെയാണ്, വീടിനകത്ത് തന്നെ കൂടുതൽ സമയം നമ്മൾ ഇരിക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ പോവുക അങ്ങനത്തെ ഇതിനൊക്കെയാണ് നമ്മൾ പുറത്ത് പോകാറുള്ളൂ. അല്ലാത്ത ഫുൾ സമയം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നതായിരിക്കും. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം ഉടനെ തന്നെ കാണാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആമസോണിൻ്റെ ഡെലിവറി വന്നായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലേക്കുള്ള ഓരോരോ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.